റോണ്ട ബേണിൻ്റെ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ 22ാമത്തെ ദിവസത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മളുടെ ആഗ്രഹങ്ങൾ നേരത്തെ നടന്നതായി സങ്കല്പിച്ച് നമ്മളത് എഴുതി തയ്യാറാക്കി അത് നടന്നതായി ഫീൽ ചെയ്തുകൊണ്ട് നമ്മളത് നന്ദി അറിയിക്കുക എന്നതാണ്. അതായത് നമ്മുടെ 10 ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ 10 ആഗ്രഹങ്ങളും നിങ്ങൾ ഓരോന്നായി എടുത്തെഴുതി ഇത് നടന്നു കഴിഞ്ഞു, അതായത് നമുക്കത് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള ആ സങ്കല്പത്തിൽ അതേ ഫീലിങ്ങിൽ അത് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ആനന്ദം അനുഭവിച്ചു കൊണ്ടിട്ട് നന്ദി പറയുക എന്നതാണ്. ശരിക്കും ഇതൊരു മാന്ത്രികമായൊരു ടെക്നിക്ക് തന്നെയാണ്. കാരണം നമ്മൾ ആഗ്രഹങ്ങൾ ഇനി വരാൻ പോണ നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മൾ ഇതിലൂടെ എഴുതി നേടാൻ പോകുന്നത്. നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊരു പട്ടിക തയ്യാറാക്കുക, 1 by 1 ആയിട്ട് എഴുതി അത് നടന്ന് കഴിഞ്ഞതായിട്ട് ഫീൽ ചെയ്ത് വായിച്ചുകൊണ്ട് നന്ദി നന്ദി എന്ന് പറയുക. ദിവസത്തിൽ 3 തവണയെങ്കിലും നിങ്ങളിത് ഈ ലിസ്റ്റ് എടുത്ത് വായിക്കാൻ ശ്രമിക്കുക. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും കിടക്കാൻ നേരം തീർച്ചയായിട്ടും കിടക്കാൻ നേരം ഈ ഡ്രീംസ് നിങ്ങളെടുത്ത് നിങ്ങളുടെ ഗോൾ ലിസ്റ്റ് എടുത്തിട്ട് വായിച്ച് അത് നടന്നു കഴിഞ്ഞതായി ഫീൽ ചെയ്തുകൊണ്ട് നന്ദി പറയുക. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായ അതിൽ ഏറ്റവും വലിയ ഗോള് എത്ര പ്രാവശ്യം നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ അത്രത്തോളം വായിക്കുക. കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ നടപ്പാക്കാം. ദിവസത്തിൻ്റെ ആരംഭത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട 10 ആഗ്രഹങ്ങളുടെ ലിസ്റ്റ് എടുക്കുക. നിങ്ങളുടെ പട്ടികയിലെ ഓരോ ആഗ്രഹവും വാചകവും വായിക്കുക. ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടതായി 1 മിനിറ്റ് നിങ്ങൾ സങ്കല്പിക്കുക, വിഷ്വൽ ചെയ്യുക. നിങ്ങളതിപ്പോൾ അനുഭവിക്കുന്നത് പോലെ കരുതി പരമാവധി നന്ദി ഉൾക്കൊള്ളുക. നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പട്ടിക ഇന്ന് നിങ്ങളുടെ പോക്കറ്റിൽ സൂക്ഷിക്കുക. ദിവസത്തിൽ 3 തവണയെങ്കിലും ലിസ്റ്റ് എടുത്ത് വായിച്ച് നിങ്ങൾക്ക് ആ ആഗ്രഹം നടന്ന് കിട്ടിയ പോലെ കരുതി പരമാവധി കൃതജ്ഞത അർപ്പിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആഗ്രഹങ്ങളുടെ പട്ടിക ഇന്നു മുതൽ പേഴ്സിൽ കൊണ്ട് നടക്കണമെന്നാണ് ഇതിൽ നമ്മളുടെ ഈ പ്രാക്ടീസിൽ പറയുന്നത്. എപ്പോഴൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുന്നുവോ അപ്പോഴൊക്കെ നിങ്ങളുടെ പേഴ്സ് തുറന്ന് ലിസ്റ്റ് എടുത്ത് വായിച്ച് ഓരോന്നിനും നിങ്ങൾക്ക് പറ്റാവുന്നത്ര നന്ദി അർപ്പിക്കുക. നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ കൺമുന്നിൽ നടന്നു കഴിഞ്ഞാൽ അത് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്ത് പകരം നിങ്ങൾ പുതിയത് ചേർക്കുക. നിങ്ങൾക്ക് എന്ത് ആഗ്രഹം വേണമെങ്കിലും നിങ്ങളുടെ ലിസ്റ്റിൽ ചേർക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇത് നമ്മളിലേക്ക് വരുന്നത് അത്ഭുതകരമായിട്ടായിരിക്കും. ഓരോ തവണ നടന്ന ആഗ്രഹങ്ങൾ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദ കണ്ണീരിൽ മുങ്ങും. എന്തെന്നാൽ അസാധ്യമെന്ന് നിങ്ങൾ കരുതിയത് നന്ദിയുടെ മാന്ത്രിക ശക്തിയാൽ സാധ്യമായതാണ് ആനന്ദ കണ്ണീരിന് കാരണം. ഒന്നുകൂടി നിങ്ങളുടെ പ്രാക്ടീസ് ഞാൻ വീണ്ടും ഇവിടെ പറയാം. അതായത് ഫസ്റ്റ് തുടങ്ങിയുള്ള പ്രാക്ടീസ് നിങ്ങൾ എന്നും ചെയ്യേണ്ട പ്രാക്ടീസുകളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണുക, 10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. എന്തുകൊണ്ട് നിങ്ങൾ കൃതജ്ഞാലുവായിരിക്കുന്നുവെന്ന് അതിലെഴുതുക. പട്ടിക ആവർത്തിച്ച് വായിച്ച് ഓരോ അനുഗ്രഹത്തിനും ഒടുവിൽ നന്ദി 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 എന്ന് ഉരുവിടുക. ആ അനുഗ്രഹത്തിന് നിങ്ങൾക്ക് കഴിയാവുന്ന കൃതജ്ഞത പ്രകാശിപ്പിക്കുക. ദിവസം തുടങ്ങുമ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ദിവസം തുടങ്ങുമ്പോൾ നിങ്ങൾ തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 10 ആഗ്രഹങ്ങളുടെ പട്ടിക എടുക്കുക. ലിസ്റ്റിലുള്ള ആഗ്രഹവും വാചകവും വായിക്കുക. 1 മിനിറ്റ് നേരം ഈ ആഗ്രഹം സാധിച്ചതായി സങ്കല്പിക്കുക. കഴിയാവുന്നത്ര നന്ദി ഉൾക്കൊള്ളുക. ഇന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പട്ടിക നിങ്ങൾക്കൊപ്പം പോക്കറ്റിൽ തന്നെ സൂക്ഷിക്കുക. അത് നടക്കുന്നത് വരെ വേണമെങ്കിൽ നിങ്ങൾക്കത് സൂക്ഷിക്കാം, പേഴ്സിലോ പോക്കറ്റിലോ. ദിവസത്തിൽ കുറഞ്ഞത് 3 തവണയെങ്കിലും നിങ്ങളുടെ പട്ടിക പുറത്തെടുത്ത് അത് വായിച്ച് പരമാവധി നന്ദി അനുഭവിക്കുക. പിന്നെ എന്നും നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസ്, ഇന്ന് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി നിങ്ങളുടെ മാന്ത്രിക കല്ല് ഒരു കയ്യിൽ പിടിച്ച് അന്നേ ദിവസം സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് നന്ദി പറയുക. തീർച്ചയായും നിങ്ങൾ ഈ പ്രാക്ടീസ് മുടങ്ങാതെ ചെയ്യുക. ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വളരെ അത്ഭുതകരമാണ്. നിസ്സാരമെന്ന് നിങ്ങൾ കരുതുന്ന ഈ പ്രാക്ടീസ് നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള പ്രാക്ടീസുകളാണ്. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ 28 ദിവസം നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റം വളരെ വലുതാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കാൻ നിങ്ങൾക്ക് സ്വയം തോന്നുന്ന പ്രാക്ടീസുകളാണ്. അതുകൊണ്ട് ആരും ഇത് മിസ്സാക്കാതിരിക്കുക. തീർച്ചയായും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.